So we'll go to the next method. The maximization നമ്മൾ മൂന്നെണ്ണം ചെയ്തു. ഇനി ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ടാവും. ഞാൻ അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ ഇറ്റ് ഇസ് ഓക്കെ. These problems are minimization problems where all constraints are less than or equal to. എല്ലാ constraints less than or equal to minimization ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പ്രോബ്ലത്തിലുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻകമിംഗ് വെക്ടർ കണ്ടുപിടിക്കുന്നത് ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ് നോക്കുക. ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ ഇൻകമിംഗ് വെക്ടർ. പിന്നെ നമ്മൾ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വെൻ ഡെൽറ്റ ജെ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മറ്റേന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. മാക്സിമൈസേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ചെയ്തിരുന്നത് what we did was with maximization ആണെങ്കിൽ ഇൻകമിംഗ് വെക്ടറിന് ഇൻകമിംഗ് വെക്ടർ എന്താ നമ്മൾ ചെയ്ത ഇൻകമിംഗ് വെക്ടർ when highest positive value. Okay. ഇനി മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ, അതാണ് ഇൻകമിംഗ് വെക്ടർ, ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ. ഓക്കെ. സ്റ്റോപ്പിംഗ് കണ്ടീഷൻ എങ്ങനെയാ? സ്റ്റോപ്പിംഗ് കണ്ടീഷൻ വരുന്നത് when ഡെൽറ്റ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് മാക്സിമൈസേഷന്. എന്നാൽ ഇവിടെ ഡെൽറ്റ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് മാത്രം വ്യത്യാസമേ ഉള്ളൂ. ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ. So now we'll do this problem. Problem here is minimize z is equal to x1 minus 3x2 plus 2x3 subject to these constraints. Okay, minimization ആണ്. നമ്മൾ നോക്കുമ്പോൾ constraints എല്ലാം ലെസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇതാണ്. So we will go minimize z is equal to x1 minus 3x2 plus 2x3 subject to 3x1 minus x2 plus 3x3 നമ്മൾ ഇവിടെ സ്ലാക്ക് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈക്വൽ ടു 7 ആൻഡ് മൈനസ് 2x1 പ്ലസ് 4x2 x3 വേരിയബിൾ ഇല്ല പ്ലസ് s2 ഈക്വൽ ടു 12 സ്ലാക്ക് വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി മൈനസ് 4x1 plus 3x2 plus 8x3 plus s3 equal to 10. ഈ മൂന്ന് കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ട്. ഈ മൂന്ന് കൺസ്ട്രെയിൻസ് ആണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. സോ ഇവിടെ എഴുതുമ്പോൾ x1, x2, x3, s1, s2, s3 greater than or equal to 0. s1 s2 നമുക്ക് ഇവിടെ ചേർക്കാം. 0 s1 plus 0 s2 plus 0 s3. ഇത്രയും മതി. Okay. Now to draw the first table നമുക്ക് വരയ്ക്കാം. ഇത് വെച്ചിട്ട് right here x1 x2 x3 s1 s2 s3 B theta. Now to enter ഇവിടെ CJ കൊടുക്കാം. ഇവിടെ വേരിയബിൾ എന്തായിരിക്കും? s1 s2 s3. ഇവിടെ വരാൻ പോകുന്ന വാല്യൂസ് നമുക്ക് ആദ്യം ഇത് ഫില്ല് ചെയ്യാം. എപ്പോഴും ഇത് എഴുതാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. ഇനിയിപ്പം ഐഡന്റിറ്റി മാട്രിക്സ് പോലെ വരും. ബാക്കി പിന്നെ ഫില്ല് ചെയ്യാം. ഇനിയിപ്പോൾ ആദ്യത്തെ നമുക്ക് ഇത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ. സോ 3 minus 1 3. ഇവിടെ ഞാൻ തെറ്റിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് 3 അല്ലേ? ഓക്കെ.
യെസ് അത് 3 ആണ്. ഒരു മാറ്റിച്ച് ചെയ്യാം. Okay. So this is 3x3. ഇവിടെ ഞാൻ തെറ്റിപ്പോയായിരുന്നു. Now next one, അടുത്ത constraint ഇതാണ്. So it will be -2 4 x3 ഇല്ല, അപ്പൊ 0, പിന്നെ s2 ന് 1 വന്നു. ഇനി അടുത്ത constraint, ഈ third constraint fill ചെയ്യാണ്. So this will be -4, then 3 for x2, 8 for x3. ഇനി right hand side നമുക്ക് fill ചെയ്യാം 7, 12 and 10. ഇനി okay, now zj, അതിന് മുമ്പ് cj യുടെ വാല്യൂസ് ഫിൽ ചെയ്തില്ല. ഐ എം സോറി, ഇവിടെ എന്താ വരിക 1 വരും. ഇതാണ് x1 ന്റെ 1, x1 ന്റെ 1, x2 ന്റെ -3, so this is -3, x3 ന്റെ 2, so this is 2 here, പിന്നെ മറ്റേതെല്ലാം 0, so this is 0 0 and 0. അപ്പൊ ബേസിസിലുള്ള വേരിയബിൾസ് 0 0 0. ഇനി zj എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? We already know. Again I'm telling you, we already know. This into the summation of the product of each term. Up 0 into 3 plus 0 into -2 plus 0 into -4. So ആദ്യത്തെ ടേബിളിൽ നിങ്ങൾക്ക് എളുപ്പമാണ്, എല്ലാം 0 ആണ്, കൂടുതലൊന്നും നോക്കണ്ട. ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ cj കോസ്റ്റ് മുഴുവൻ 0 ആയതുകൊണ്ട് ഇതെല്ലാം 0 ആയി. Okay, this is 0. Now delta j. Delta j is equal to cj minus zj. So this is 1 -3 2 0 0 0. So you got this. ഇതിനകത്ത് ഇനി നമ്മൾ കണ്ടുപിടിക്കണം, ഇത്രയും മാത്രം ശ്രദ്ധിക്കണം, ഇത് മിനിമൈസേഷൻ ആണ്. യു ഷുഡ് ബി വെരി കെയർഫുൾ ബിക്കോസ് ഇറ്റ് ഇസ് മിനിമൈസേഷൻ. ഇവിടെ കിടക്കുന്ന മിനിമൈസേഷൻ ആണ്. ഷുഡ് നോട്ട് ഫൊർഗെറ്റ്. So what we have to do is find the highest negative value. ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ളൂ, അപ്പൊ അതാണ് നമ്മുടെ ഇൻകമിംഗ് വെക്ടർ. ഇനി incoming is x1, x2. So we will write x2 enters. We can write here x2 enters. x2 enters. Now to find the outgoing variable. So നമ്മൾ അതിന് ഒരു ചേഞ്ചും ഇല്ല. Minimization ആണെങ്കിലും maximization ആണെങ്കിലും സെയിം തന്നെ. You are going to divide 7 divided by RHS divided by incoming vector elements divided by 3. Then you have, I'm sorry, ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ തെറ്റിച്ചിട്ടുണ്ട്. ആരും എന്താ പറയാൻ, ഞാൻ കോളം മാറിപ്പോയല്ലോ. കറക്റ്റാ. So highest negative value is -3, so x2 enters. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇൻകമിംഗ് വെക്ടറിന്റെ കോളം ഏതാണ്? ഇതാണ് ഇൻകമിംഗ് വെക്ടറിന്റെ കോളം. സോ RHS, അതായത് ഇത് divided by each element in the incoming vector column. So you have 7 divided by -1, so this is negative. 12 divided by 4, which is 3. Then 10 divided by 3, this is 3 point something. 3 point something വരും. നമുക്കിവിടെ വരേണ്ടത് എന്താണ്? സ്മോളസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്മോളസ്റ്റ് നേരത്തെ പോലെ തന്നെ സ്മോളസ്റ്റ് പോസിറ്റീവ് വാല്യൂ അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് കിട്ടുക. സോ വി നോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് S2. സോ S2 leaves.
ആൻഡ് ഇനി പിവോട്ട് എലമെന്റ് എന്താണ്? പിവോട്ട് എലമെന്റ് ഇത് രണ്ടിനും കൂടെ ഇന്റർസെക്ഷനിൽ വരുന്നതാണ് പിവോട്ട് എലമെന്റ്. സോ പിവോട്ട് എലമെന്റ് വരുന്നത് x2ന്റെയും s2ന്റെയും പിവോട്ട് എലമെന്റ് വരുന്നത് ഇതാണ്. ഇതിന്റെ അകത്ത് കോളത്തിന്റെ അകത്ത് വരുന്നത് ഇതാണ് പിവോട്ട് എലമെന്റ്. സോ 4 is pivot element. Okay, so we found the first one. അപ്പോൾ നമുക്കത് ഒന്ന് ചെയ്ത് വെക്കാം. ഇത് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് ടേബിളിന് മാർക്ക് കിട്ടും വാല്യൂസും വെച്ച്. സോ ദിസ് ഇസ് ദ ഇനീഷ്യൽ ടേബിൾ. Okay, now to find the values എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ പിവോട്ട് എലമെന്റ് 1 ആക്കണം. പിവോട്ട് എലമെന്റ് 1 ആക്കണമെങ്കിൽ we have to divide the whole row should be divided using 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. So we have here 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ you have R2 equal to R2 divided by 4. ഇനി R1 എന്ത് ചെയ്യണം? R1നെ നമുക്ക് 0 ആക്കണം. അതായത് ഈ എലമെന്റ് നമുക്ക് 0 ആക്കണം. ദിസ് എലമെന്റ് ഷുഡ് ബി മെയ്ഡ് 0. അത് 0 ആക്കണമെങ്കിൽ -1 പ്ലസ് ഈ 1 ചെയ്താൽ മതി. ഇത് 1 ആവുമല്ലോ ഡിവൈഡ് ചെയ്യുമ്പോൾ. സോ ഇറ്റ് വിൽ ബി R1 പ്ലസ് R2. Now R3നെ എന്ത് ചെയ്യണം? R3 3 ആണ്. സോ ഇറ്റ് വിൽ ബി R3 minus 3 into R2. Okay, 3 into R2. Now to draw the next table. ഇവിടെ ടേബിൾ വരയ്ക്കാം. It is happening. Okay. So we will write here x1, x2, x3, s1, s2, s3. Okay, B, theta. ഇവിടെ വരുന്നത് s1 അങ്ങനെ തന്നെ എഴുതുക. s2 ലീവ് ചെയ്തിട്ട് നമുക്ക് s2 ആണ് ലീവ് ചെയ്യുക. ആ സ്ഥാനത്ത് x2 വന്നു. ഇവിടെ x3 അതുപോലെ തന്നെ. cj ഇവിടെ എഴുതണം. cj എന്തൊക്കെയായിരുന്നു കോസ്റ്റ് നമുക്ക് നോക്കാം. 1 minus 3 2 0 0. So this is 1 minus 3 2 0 0 0. ഇവിടെ 0 1 അല്ലാതെ -3 and 0. ഇനി നമുക്ക് R2 ആദ്യം ചെയ്യാം. R2
R2 നമുക്ക് R2 equal to R2 divided by 4. So R2 നെ whole row നെ divide by 4. So you can see minus 2 divided by 4. Minus 2 divided by 4 equal to minus 1 by 2. So this is minus 1 by 2. ഇനി അടുത്തത് 4 by 4, that is 1. That is 1. 0 divided by 4, that is 0. 0 divided by 4, again 0. 1 divided by 4, 0 divided by 4. ഇനി 12 divided by 4, 12 divided by 4 equal to 3. അത് എപ്പോഴും ഈ വാല്യൂ ആ വരിക. സോ 3. ഇനി R1 ചെയ്യാം. R1 നമുക്കറിയാം, according to the formula it is R1 plus R2. So ആദ്യത്തെ വാല്യൂ 3. 3 plus minus 1 by 2. 3 plus minus 1 by 2, which is equal to 6 minus 1 by 2. That is 5 by 2. So this is 5 by 2. Ini minus 1. At the value minus 1. So minus 1 plus 1. Adi kuda 0 kittu endayalum 0. Ini at the 3. 3 plus 0, that is 3 plus 0 equal to 3. So you have here 3. Ini at the 1 aanu ivide 1. 1 plus 0. 1 plus 0. ഈ ടേബിളിലെ റോ 2 അല്ല നോക്കണ്ടേ. ഫസ്റ്റ് ടേബിളിലെ റോ 2 അല്ല, സെക്കൻഡ് ടേബിളിലെ റോ 2 ആണ് നോക്കണ്ടേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ. ഇനി S2 ന്റെ വാല്യൂ 0. 0 പ്ലസ് 1 by 4. ഈ 1 by 4 ആണ് ചെയ്യേണ്ടത്. സോ 0 പ്ലസ് 1 by 4 ഈക്വൽ ടു 1 by 4. ദിസ് ഈസ് 1 by 4. ഇനി S2 ന്റെ വാല്യൂ 0, ഇതും 0. സോ ദിസ് ഈസ് 0. ഇനി 7. 7 plus 3 equal to 10. So this is 10. Okay. Now to find the third row in the R3. R3 എങ്ങനെ വരും നോക്കാം. R3 നമുക്കറിയാം, ഇതാണ് അതിന്റെ ഫോർമുല. This is the formula. R3 equal to R3 minus 3R2. So ഇവിടെ ആദ്യത്തെ വാല്യൂ -4. ഇവിടെ വരുന്നത് -4 minus 3 into R2 ന്റെ value minus 1 by 2. So this is into minus 1 by 2, which is equal to minus 4 plus 3 by 2 minus 8 plus 3 by 2 equal to minus 5 by 2. So this is minus 5 by 2. Okay, next is 3. 3 നമുക്കറിയാം, 3 minus 3 into 1 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ് വരിക. Because അപ്പുറം ഇപ്പുറം 0 ആണ് വരേണ്ടത്. Now 8. 8 minus 3 into this 0. So this is equal to 8. അടുത്ത വാല്യൂ 0 ആണ്. 0യും 0യും ഇവിടെ 0 തന്നെ. ഇനി വരുന്നത് 0 ആണ്. So 0 minus 3 into ഇവിടെ 1 by 4. 1 by 4, that is minus 3 by 4. So you have your minus 3 by 4. ഇനി അടുത്ത 1. 1ഉം 0യും കൂടെ. So ഇവിടെ 1 minus 3 into 0, 1 വരും. ഇനി ലാസ്റ്റ് എന്തായിരുന്നു? 10. 10 minus 3 into 3 equal to 1. So this is 1. So you got the values. Now to find അടുത്ത കണ്ടുപിടിക്കേണ്ടത് ZJ. ZJ എന്ന് പറയുന്നത് we know again 0 വെച്ചിട്ട് നോക്കുക. 0 അല്ല, ഈ കോസ്റ്റ് കോളം into summation of the product of the cost column and the each of the other columns. So you have 0 into 5 by 2 plus minus 3 into minus 1 by 2. So this is 3 by 2. ഇവിടെ നമുക്ക് 3 by 2 ആണ് വരിക. ഇനി അടുത്തത് 0 into 0 plus minus 3 into 1. അപ്പോൾ ഇവിടെ minus 3 വരും. ബാക്കിയൊന്നുമില്ല. 0 into 3 plus minus 3 into 0. ഇതെല്ലാം 0 വരും. Okay. ഇനി അടുത്ത് 0 into 1 0, minus 3 into 0 0, 0 into 0 0. ഇതെല്ലാം 0. ഇനി 0 into 1 by 4 0, minus
minus 3 into 1 by 4 equal to minus 3 by 4. This is minus 3 by 4. Now 0 into 0, minus 3 into 0, 0 into 1, 0. Ini 0 into 10, 0. Minus 3 into 3, minus 9. 0 into 1, 0. So zj gitti. Ini namakku delta j. Delta j is equal to cj minus zj. So 1 minus 3 by 2, which is equal to 1 minus 3 by 2 equal to 2 minus 3 by 2 equal to minus 1 by 2. So this is minus 1 by 2. ഇനി അടുത്തത് minus 3 minus of minus 3. So this is 0. Okay. Now next is 2 minus 0, 2. 0 minus 0, 0. ഇതെന്തായിരിക്കും 0 minus of minus 3 by 4, which is equal to 3 by 4. So you have here 3 by 4. 0 minus 0, 0. ഇവിടെ ഡെൽറ്റ ജെയും കിട്ടി. ഇനിയിപ്പോൾ ഇത് മിനിമൈസേഷൻ ആയതുകൊണ്ട് യു ഹാവ് ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് നെഗറ്റീവ് വാല്യൂ. ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ളൂ, അതാണ് ഇത്. സോ ഇതിൻ്റെ അകത്ത് മനസ്സിലാവുന്നത് x1 enters. x1 enters. Now to find the leading variable, എന്തായിരിക്കും ചെയ്യുക? RHS divided by each element in the incoming vector. That is 10 divided by 5 by 2. 10 divided by 5 by 2 is 10 into 2 by 5, which is 20 by 5, which is equal to 4. 4. I'll just rub this off. Okay, so this is 4. 4. ഇവിടെ നമുക്ക് 4 ആണ് വന്നത്. Next, 3 divided by minus 1 by 2. 3 divided by minus 1 by 2. That is 3 into 2 by minus 1. So which is equal to minus 6. കൂടുതൽ നോക്കുകയോ വേണ്ട, ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. വേറെ ഒന്നും ചെയ്യേണ്ട. ഡിവൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെയും നെഗറ്റീവ് വാല്യൂ വരും, ബിക്കോസ് 1 ഡിവൈഡഡ് ബൈ minus 5 by 2. അപ്പോൾ നമുക്ക് അത് എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇതാണ് ഔട്ട് ഗോയിങ് വെക്ടർ. സോ S1 leaves. പിവോട്ട് എലിമെന്റ് എന്തായിരിക്കും? ഇതാണ് പിവോട്ട് എലിമെന്റ് 5 by 2. സോ 5 by 2 പിവോട്ട് എലിമെന്റ്. Okay, so now to make the rows എങ്ങനെ ഉണ്ടാക്കുക? ആദ്യത്തെ row 1നെ it should be divided by 5 by 2. That is row 1 is equal to row 1 divided by 5 by 2, or you can multiply by 2 by 5 ആയാലും correct ആണ്. Or you can divide by 5 by 2. 5 by 2. Okay. In row 2 is equal to row 2. ഇനി എന്താ ചെയ്യേണ്ടത്? row 2 minus 1 by 2 ആണ്. row 2 minus 1 by 2 into R1. അല്ല, minus അല്ലേ, അപ്പോൾ so this should be plus. Now R3 equal to R3 plus 5 by 2 into R1. 5 by 2 into R1. ഇനി കണ്ടുപിടിക്കാം വാല്യൂസ്. We have to draw. You draw the table here.
Okay. ശ്രീരാജൊക്കെ കുഴപ്പമില്ലല്ലോ ഇപ്പം? x1, x2, x3, s1, s2, s3. This is B, this is theta. CJ the values and then let us see here, I don't remember. 1 minus 3, 2, 0, 0. 1 minus 3, 2, 0, 0, 0. ഇനി എന്തായിരുന്നു ഈ ടേബിളിൽ നമുക്ക് x1 എൻട്രി ചെയ്യും s1 ലീവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റോ മാറണം. സോ ദിസ് വിൽ ബി x1 ഹിയർ. ഇവിടെ x1 ആവണം. രണ്ടാമത്തെ എന്തായിരുന്നു? s1 ലീവ് ചെയ്തു. ഇനി x2 s3. ഇവിടെ x2 ഇത് s3. ദിസ് ഇസ് 0. ഇവിടെ 1ഉം -3. ഇനി നമുക്ക് വേണ്ടത് ആദ്യം തന്നെ റോ 1 ശരിയാക്കാം. റോ 1 എന്ന് പറഞ്ഞാൽ 5/2 divided by 5/2. That is 1. 1. ഇനി 0 divided by 5/2. That is 0. ഇനി 3 divided by 5/2. So that is 3 divided by 5/2. That is into 2/5, which is equal to 6/5. So you have here 6/5. Okay. ഇനി അടുത്തത് 1 divided by 5/2. That is into 2/5, which is equal to 2/5. So this is 2/5. ഇനി അടുത്തത് 1/4 ആണ്. ഈ വാല്യൂ 1/4 ആണ്. ഇവിടെ കിടക്കുന്ന വാല്യൂ 1/4. 1/4 divided by 5/2. That is 1/4 into 2/5, which is equal to 2/20, which is 1/10. 1/10. So this is 1/10. ഇനി അടുത്ത വാല്യൂ 0. 0 divided by 5/2 is 0. Okay. ഇനിയത്തെ വാല്യൂ എന്താ? 10. 10 divided by 5/2 is into 2/5, which is equal to 20/5, which is equal to 4. 4. Okay. Now row 2. Row 2 നമുക്ക് ഇത് വെച്ചിട്ടാ ചെയ്യില്ല. Row 2 is equal to row 2 plus half into row 1. Half into row 1. That is ഇവിടെ വന്ന -1/2. So -1/2 plus 1/2 into this one. Row 1 into 1. So this is -1/2 into alla plus plus 1/2, which is equal to 0. So you have here 0. ഇനി എന്താണ് അടുത്ത വാല്യൂ? അടുത്ത വാല്യൂ 1. 1ഉം 0ഉം. സോ അത് ഓൾറെഡി നമുക്ക് ഇവിടെ 1 പ്ലസ് ഹാഫ് ഇൻറ്റു എന്ന് പറയുമ്പോൾ 1 തന്നെ. ഇനി അടുത്തത് 0 പ്ലസ് ഹാഫ് ഇൻറ്റു 6/5 into 6/5, which is equal to 6/10, which is equal to 3/5. This is 3/5. Okay.
Next is x2 ന്റെ 0 ആണ് അടുത്തതും s1 ന്റെ value 0. So that is 0 plus half into this 2 by 5. 2 by 5 which is equal to 0 plus 1 by 5. Value is 1 by 5. Next we have 1 by 4. 1 by 4 plus half into 1 by 10 into 1 by 10. So you have 1 by 4 plus 1 by 20. So you have here 3 by 10. 3 by 10. So this is 3 by 10. That is actually 25 plus 1, that is 6 by 20, that is 3 by 10. Okay. ഇനി അടുത്തത് 0 ആണ്. 0 പ്ലസ് ഇവിടെ 0 ആണ്, ഈ വാല്യൂ അപ്പോൾ 0 വരും. ഇനി അടുത്തത് എന്തായിരുന്നു? 3 പ്ലസ് ഹാഫ് ഇൻറ്റു 4 which is 3 plus 2 which is equal to 5. So this is 5. Next is we go to row 3. Row 3 നമുക്ക് വേണ്ടത് ഈ ഫോർമുല വെച്ചിട്ടാണ് row 3. That is row 3 equal to row 3 minus row 3 plus 5 by 2 R1. 5 by 2 R1. അപ്പോൾ ആദ്യത്തെ minus 5 by 2 ആണ്. So minus 5 by 2 ഇവിടെ മൈനസ് അല്ലേ? നോ, പ്ലസ്. പ്ലസ് 5 by 2 into this row 1 ന്റെ 1. So you have here 0. So this is 0. അടുത്ത വാല്യൂ എന്തായിരുന്നു? ഈ വാല്യൂ വരുന്നത് 0 ആണ്. 0യും ഏതും കൂടിയാണ് ചെയ്യേണ്ടത്? 0യും കൂടിയാണ് ചെയ്യേണ്ടത്. സോ എന്തായാലും 0 ആയിരിക്കും. ഇനി അടുത്തത് 8. You have here 8. 8ഉം 6 by 5 കൂടിയാണ് ചെയ്യേണ്ടത്. So you have to write there 8 plus 5 by 2 into 6 by 5. So that is 8 plus 3. That is equal to 11. So you have here 11. ഇനി ഏതാ വരുന്നത്? 0. 0യും 2 by 5. So 0 plus 5 by 2 into 2 by 5 which is equal to 0 plus 1 which is equal to 1. So this value is 1. ഇനി വരുന്നത് 1 by minus 3 by 4. ഈ വാല്യൂ minus 3 by 4. So minus 3 by 4 plus 5 by 2 into you have this value 1 by 10 ആയിട്ടാണ് ചെയ്യേണ്ടത്. So 1 by 10 you have minus 3 by 4 plus 1 by 4 which is minus 2 by 4 equal to minus 1 by 2. This is minus 1 by 2. ഇനി ലാസ്റ്റ് വാല്യൂ 1. 1ഉം 0യും ഈ 0യും കൂടിയാണ്. അപ്പം എന്തായാലും 1 തന്നെ വരും. ഇനി അടുത്തത് ഈ RHS 1 ആണ്. So 1 plus 5 by 2 into this 4. So this is 1 plus 10 equal to 11. So 11. Now to find ZJ. ZJ calculate 1 into 1 plus 0 plus 0. So this is 1. 1 into 0 minus 3. Meaning 1 into 6 by 5. ഇവിടെ നമുക്ക് എഴുതാം, അവസാനം വയ്ക്കാം. ഈ സൈഡിൽ തന്നെ എഴുതാം. 1 into 6 by 5 plus minus 3 into 3 by 5 which is equal to 6 by 5 minus 9 by 5 which is equal to minus 3 by 5. So minus 3 by 5. ഇനി അടുത്ത എന്തായിരുന്നു? Okay, sorry. ഇനി അടുത്തത് 1 into 2 by 5. 1 into 2 by 5
plus minus 3 into 1 by 5. 0. So that is 2 by 5 minus 3 by 5, which is equal to minus 1 by 5. Minus 1 by 5. Now, 1 into 1 by 10. 1 into 1 by 10 plus minus 3 into 3 by 10, which is equal to 1 by 10 minus 9 by 10, which is equal to minus 8 by 10. അത് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം, കുഴപ്പമില്ല. 8 by 10 ആണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 4 by 5 എന്നോ എന്തെങ്കിലും കൊടുക്കാം. Now 1 into 0 plus 3 minus 3 into 0 ഇതെല്ലാം 0 വരും. ഇനി ഇവിടെ എന്താണ്? 1 into 4 1 into 4 plus minus 3 into 5, 4 plus minus 15, which is equal to minus 11. So this is minus 11. Now delta j. Delta j is 1 minus 1 is 0. Minus 3 minus 3 minus of minus 3, which is equal to minus 3 equal to 0. The 0i. Next is 2 minus of minus 3 by 5, which is 2 plus 3 by 5. This is a positive value. നമുക്ക് അങ്ങനെ തന്നെ ഇടാം. ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ഒന്ന് ഉറപ്പായി. നെഗറ്റീവ് ആണെങ്കിൽ കൺസിഡർ ചെയ്താൽ മതിയല്ലോ. അടുത്തത് 0 മൈനസ് ഓഫ് മൈനസ് 1 by 5, അതും പ്ലസ് 1 by 5 ആ വരും. അപ്പൊ അത് പോസിറ്റീവ് ആണ്. ഇനി 0 മൈനസ് ഓഫ് മൈനസ് 8 by 10, അത് പ്ലസ് 8 by 10, അതും പോസിറ്റീവ് വാല്യൂ ആണ്. ഇതും 0. സോ യു ക്യാൻ സീ ഹിയർ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? We can see here all delta j is greater than or equal to 0. So optimum solution reached. Optimum solution reached with x1 equal to 4, x2 equal to 5, s3 equal to 11, and z is equal to minus 11. ഇതാണ് ആൻസർ. അത് വേണമെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ടാൽ മതി. നമുക്കത് ചെയ്താലും കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. You will get the same result. If you put in that minimization, you will get minus 11. Okay.